ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ അതായത് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡാണ്. ഈ വർഷത്തെ UN ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 2024 UN ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഈ വർഷത്തെ അതായത് 2024 ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 അപ്പോൾ ഈ വർഷത്തെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലീവറേജിങ് വാട്ടർ ഫോർ പീസ് എന്നാണ്. ഈ വർഷത്തെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം ലീവറേജിങ് വാട്ടർ ഫോർ പീസ് എന്നാണ്. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് റഷ്യയെയും ബെലാറൂസിനെയും വിലക്കിയ സംഘടന ഏതാണ്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ബെലാറൂസും. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഡി മിഷൻ ആയ വിൻ്റർ ഒളിമ്പിക് താരം ആരാണ്? ശിവ കേശവൻ. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഡി മിഷൻ ആയ വിൻ്റർ ഒളിമ്പിക് താരം ശിവ കേശവനാണ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരം ആരാണ്? അജാന്ത ശരത് കമൽ. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമലാണ്. രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ M മുകുന്ദനാണ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം PR ശ്രീജേഷാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം എത്രയായിട്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്? 346 രൂപ. 2024 ഏപ്രിൽ 1 പ്രാബല്യത്തിലാണ് ഈ ഒരു വേതന വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ ദിവസവേതനം 374 രൂപയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ ദിവസവേതനം 374 രൂപയാണ്. 2023 പ്രസിദ്ധീകരിച്ച നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. 2023 പ്രസിദ്ധീകരിച്ച നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്നും അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മാതൃയാനം. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്നും അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മാതൃയാനം. 2023 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. 2023 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം
കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് രാജ്യത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ കാവേരി ദൗത്യം നടത്തിയത്? സുഡാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. 2023 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? മൊസാംബിക്. 2023 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം നിർമ്മിച്ചത് മൊസാംബിക്കിലാണ്. 2023 ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് ഓക്സിജൻ വിജയകരമായി വേർതിരിച്ചെടുത്തത് ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ്? അമേരിക്ക. 2023 ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് ഓക്സിജൻ വിജയകരമായി വേർതിരിച്ചെടുത്തത് അമേരിക്കയിലെ ബഹിരാകാശ ഏജൻസിയാണ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം യുറുഗ്വേയാണ്. 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഉറുഗ്വേയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ദുബായ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ദുബായിലാണ്. രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2023 സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ്? നർഗീസ് മുഹമ്മദി. 2023 സമാധാന നോബൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, കടൽ രക്ഷാദൗത്യം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ച കേരള സർക്കാരിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാണ്? പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, കടൽ രക്ഷാദൗത്യം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ച കേരള സർക്കാരിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസാണ് പ്രതീക്ഷ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങൾ രേഖപ്പെടുത്തിയ സമ്പൂർണ്ണ ഡാറ്റാബേസാണ് സ്പാർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സമ്പൂർണ്ണ ഡാറ്റാബേസാണ് സ്പാർക്ക്. എല്ലാ ഗവൺമെൻറ് രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എല്ലാ ഗവൺമെൻറ് രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സർഫേസ് വിഭാഗങ്ങളുടെ തലവനായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദാവുലുരി. അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സർഫേസ് വിഭാഗങ്ങളുടെ തലവനായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ പവൻ ദാവുലുരിയാണ്. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കോമോറോസ്, ടിമോർ ലെസ്റ്റ്. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ കോമോറോസും ടിമോർ ലെസ്റ്റുമാണ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ജേതാവ് ആരാണ്? കാർലോസ് സെയിൻസ. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ജേതാവ് കാർലോസ് സെയിൻസയാണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ തെക്ക് കിഴക്കൻ രാജ്യം ഏതാണ്? തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ തെക്ക് കിഴക്കൻ രാജ്യം തായ്ലൻഡാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിൻ്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ആരാണ്? ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിൻ്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. 2023-24 ഇറാനി കപ്പ് ജേതാക്കൾ ആരാണ്? റെസ്റ്റ് ഓഫ് ഇന്ത്യ. റണ്ണറപ്പ് ആയത് സൗരാഷ്ട്രയാണ്. 2023-24 ഇറാനി കപ്പ് ജേതാക്കൾ
റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. റണ്ണറപ്പ് സൗരാഷ്ട്രയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ ആരാണ്? MK സക്കീർ. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ചൈനയാണ്. ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അക്ഷത കൃഷ്ണമൂർത്തി. ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തിയാണ്. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO ആരാണ്? മിക. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO മികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് തികച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? കാമി റിത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പയാണ്. ലോകത്ത് ആദ്യമായി മണലിൽ നിന്ന് ബാറ്ററി നിർമ്മിച്ച രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ലോകത്ത് ആദ്യമായി മണലിൽ നിന്ന് ബാറ്ററി നിർമ്മിച്ച രാജ്യം ഫിൻലാൻഡാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.